നമ്മളെല്ലാവരും സെറ്റ് സാരി പ്രത്യേകിച്ച് മലയാളികൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് സെറ്റ് അല്ലെങ്കിൽ സെറ്റ് സാരി. അപ്പൊ സെറ്റ് എടുക്കുമ്പോഴേ വളരെ സിമ്പിളായിട്ടും വളരെ നീറ്റായിട്ടും സെറ്റ് എടുക്കുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ സാധാരണ എടുക്കുന്ന ചെറിയ വ്യത്യാസം, വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റ് എടുത്ത് കഴിയാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ തന്നെ എടുത്തേക്കുന്ന ഈ രീതിയിലാണ് സെറ്റ് എടുക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെറും 5 മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ സെറ്റ് എടുക്കാൻ. അങ്ങനെ നമുക്ക് നീറ്റായിട്ട് എടുക്കാൻ ഒക്കും. അതെങ്ങനെയാണ് ഈ രീതിയിൽ എടുക്കുന്നുള്ളവരും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിനിയും എങ്ങനെയാണ് മുണ്ടെടുക്കുന്നുള്ള മുണ്ടും നേരിയത് എങ്ങനെ സെറ്റിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളവരും ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തന്നെ ഈ സെറ്റ് എടുക്കാൻ പോവാണ്. സെറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ തുമ്പ്, പുറമേ കാണുന്ന തുമ്പ് ഇങ്ങനെ വെച്ച് നടുക്കുന്ന വരത്തക്ക രീതിയിൽ ഇവിടെ നമുക്കൊന്ന് കുത്തി വെക്കാം. അതിനെ ബാക്കി വരുന്ന ഈ തുമ്പിനെ ഇങ്ങനെ എടുത്ത് നമ്മൾ സാരി എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേ വശത്ത് എടുത്തിട്ട് ഇവിടെ നമ്മൾ 2 ഫ്ലീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടെ അങ്ങ് തൂത്ത് പിടിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ അകത്ത് നിന്നോളൂ അത്. എന്നിട്ട് ഇതിനെ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഈ തുമ്പ ഇച്ചിരി മേളിലേക്ക് മാറ്റി ഇവിടെ തുമ്പ് തട്ടാത്ത രീതിയിൽ ഇവിടെ നമുക്ക് കുത്തിയെടുക്കാം. ഇങ്ങനെ ഫുള്ള് പാവാടക്കകത്തേക്ക് ആക്കി കുത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഫ്ലീറ്റ് ഒന്നും വരത്തില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് ഈ കരയുടെ ഭാഗം നേരെ നടുക്കുന്നതിന് വന്നു. ഈ ഫ്ലീറ്റ് അകത്തായതുകൊണ്ട് നമ്മുടെ കാലൊന്നും തട്ടത്തില്ല, നടക്കുമ്പോഴൊന്നും കാല് തട്ടത്തില്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ആക്കിയിടാം. ഇനി നമുക്കിനി ഇതിന്റെ മുകളിൽ നേരിയത് എങ്ങനെ എടുക്കുന്നുള്ളവരും നമുക്ക് നോക്കാം. നമ്മൾ നേരിയതിനെ എടുക്കാന് എനിക്ക് ഇച്ചിരി വയറും മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നേരിയത് ഇച്ചിരി വലിയ ഫ്ലീറ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ സാധാരണ പണ്ടൊക്കെ സാരി എടുക്കുന്നത് വലിയ ഫ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. വണ്ണം വയറോ കുറഞ്ഞതാണെങ്കിൽ കൊച്ചു ഫ്ലീറ്റ് ആയിട്ടൊക്കെ എടുത്താൽ തന്നെ. കൊച്ചു ഫ്ലീറ്റ് എങ്ങനെ എടുക്കുന്നവരും പിന്നീട് ഒരിക്കൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് എളുപ്പം എടുക്കാനൊക്കെ ഒരു വഴിയുണ്ട്. അത് പിന്നീട് ഒരിക്കൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു പിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഇരുന്നോളും. ബാക്കി താഴോട്ടുള്ള ഭാഗം വീണ്ടും അതുപോലെ എടുത്ത് ആവശ്യത്തിന് തുമ്പ് വരത്തക്ക രീതിയിൽ എടുത്ത് പിൻ ചെയ്ത് പോകണം. ഇങ്ങനെ വെച്ച് കുറച്ചുകൂടെ താഴേക്ക് നീക്കി ഇവിടെ ഒന്നുകൂടെ എടുത്തു. ആവശ്യത്തിലുള്ള തുമ്പായോ നോക്കാം. ആയെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ആ പിന്ന് അവിടെ കുത്താം. ഇവിടെ നമുക്ക് പിൻ കുത്താം. ഈ പിന്ന് നമുക്കിനി ഇവിടെ നിന്ന് ഊരി എടുക്കാം. എന്നിട്ട് ഇവിടെ ഈ പിൻ കുത്തിയത് ഫിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ തുമ്പ് അത് പിൻ ഇപ്പോഴേ കുത്താൻ ബ്ലൗസൊക്കെ ഞാൻ കാണിച്ചു തരാം. പിൻ കുത്തുന്നൊക്കെ ഈ തുമ്പിനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഒട്ടും ചുളുക്കില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പിൻ കുത്താം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഇവിടെ കൊണ്ടുവന്ന് കുത്തിയത്. അപ്പൊ ഇവിടെ നമുക്ക് ഒട്ടും വരത്തില്ല, ഇവിടെയും ചുളുക്ക് വരത്തില്ല. ഇത് നേരെ നടുക്ക് തന്നെ വരും. ഈ രീതിയിൽ ഇരിക്കും. ഇനി നമുക്ക് ബ്ലൗസ് ഇട്ടതിന് ശേഷം ഇത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അതിന്റെ ബ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുമ്പ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ കുത്തി, എന്നിട്ട് ഒരു പിന്നെടുത്തിട്ട്, വലിയ പിന്നാണ് നല്ലത്, ഒരു പിന്നെടുത്തിട്ട് പാവാടയും മുണ്ടും നേരിയതും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കുത്തണം. അപ്പൊ പലരും പറയും മുണ്ടെടുത്തോണ്ട് നടന്നാല് ഇത് നേരെ തുരിഞ്ഞു പോകും, മുണ്ടുരിഞ്ഞു പോകും, ഒത്തിരി നേരം എടുത്തോണ്ട് നിൽക്കാനൊക്കെ തന്നെ. ഇത്രയും ചെയ്ത് വെച്ചേക്കാൻ സെക്യൂറായി. ഇനി ഒന്നും നമുക്കൊരു കാരണവശാലും ഇതൊന്നും തുരിഞ്ഞു പോകത്തില്ല. പിന്നീട് നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തുമ്പ് ഇവിടെ നമ്മൾ ഒരു പിന്ന് വെച്ചിരുന്നില്ല, അത് പിന്നിച്ച് താഴേക്ക് നീക്കി കുത്തി അവിടെ സെക്യൂറാക്കി. പിന്നെ നമ്മൾ ഇതിനെല്ലാം റെഡിയാക്കി പിടിച്ചിട്ട് അതിൻ്റെ ചുളുക്കുകളെല്ലാം ഒന്ന് നൂത്തിട്ട് റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് എടുത്ത് ഇവിടെയും ചുളുക്കില്ല, ഇവിടെ എങ്ങും ചുളുക്കില്ല. ഇത് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് എടുക്കാം. നമ്മൾ നടക്കുമ്പോഴെങ്ങും തട്ടത്തില്ല, കാരണം കാലും ഒന്നും തട്ടത്തില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇത്രയും ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ മാറിപ്പോയെന്ന് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങോട്ട് ചേർന്നിരിക്കുന്നതിന് അങ്ങനെ മാറിപ്പോയെന്ന പ്രശ്നം വരത്തില്ല. നല്ല രസമായിട്ട് നമുക്ക് ഇതേ രീതിയിൽ വളരെ പെട്ടെന്ന്
ഞാൻ ഈ പറഞ്ഞു തന്നപ്പോൾ ഇച്ചിരി കൂടുതൽ സമയം എടുത്തിട്ട് ഉടുത്തു വരുമ്പോൾ ഇത്ര സമയം എടുക്കത്തില്ല. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കൊക്കെ പ്രയോജനപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇനി പുതിയൊരു വീഡിയോ കണ്ട് വരുന്നവരേക്കും ബൈ.